ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ റിസോർട്ടിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. നമ്മളിപ്പോൾ റിസോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ കിടുക്കാച്ചി എന്താ പറയാനാണ് മാസമായിട്ട് നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി ഞാൻ സംസാരിച്ചിങ്ങനെ ഒന്നും കണ്ട നിങ്ങൾ നേരെ പോയി വീഡിയോ കണ്ടിട്ടോ. ഒരു സൂപ്പർ വീഡിയോ ആണ്. ഓക്കെ, നമ്മൾ സാർ റിസോർട്ടിൽ നിന്ന് വന്നതിന് ശേഷം ജീപ്പിലാണ് നമ്മുടെ യാത്ര ഫുള്ള്. വേറൊരു റിസോർട്ടിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ നിന്ന് നേരെ ഒരു നല്ലൊരു വൈബുള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ ജീപ്പിൽ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇവരുടെ പുതിയൊരു റിസോർട്ടിലോട്ടാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ചുറ്റുപാടുള്ള എല്ലാ സ്ഥലങ്ങളായാലും എന്തൊരു മനോഹരമായ ഒരു കേരള വൈബ്. കേരളത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിക്കുന്ന നല്ലൊരു റിസോർട്ടാണെങ്കിൽ നമ്മളെ സാർ റിസോർട്ട് ഞാൻ ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യും. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ സാറ റിസോർട്ട്. അതിൻ്റെ ഔട്ട് സൈഡ് രാവിലെ തന്നെ വരുമ്പോൾ ഒരു ലുക്ക് കണ്ടില്ലേ, ഒരു മഞ്ഞ് വരുന്ന ഒരു ലുക്കും. എൻ്റെ മോനെ, ഇപ്പോൾ പോലും നമ്മൾ പണി കഴിഞ്ഞിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മുടെ മുതലാളി വന്നിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ റിസോർട്ട്. നമുക്ക് റിസോർട്ടിൻ്റെ ഉത്ഭാവം എല്ലാം പോയിട്ട് വരാം. എനിക്ക് നല്ലപോലെ ഇഷ്ടമായി ഗൈസ്, സത്യം പറയാമല്ലോ. അതിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയർ വർക്കായാലും ബാക്കി ഒരു പ്രൈവറ്റായിട്ട് വന്നിട്ട് നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം പോലെ എനിക്ക് നല്ലപോലെ തോന്നിയിട്ടുണ്ട്. കപ്പിൾസ് ആയാലും ഫ്രണ്ട്സ് ആയിട്ടായാലും എങ്ങനെ വേണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വന്ന് അടിച്ചു പൊളിക്കാൻ ഗൈസ്. സ്വിമ്മിംഗ് പൂളും എല്ലാം ഉണ്ട്. ഇവിടെ എന്ത് കുറവെന്നാണ് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റാത്തത്. അത്രയ്ക്ക് നല്ലൊരു ലുക്കിലാണ് നമ്മുടെ സാർ റിസോർട്ട് എപ്പോഴും ചെയ്യണത്. ഇൻറ്റീരിയർ വർക്കിനൊന്നും ഒരു കുറവും നമ്മുടെ മുതലാളി നമ്മളിവിടെ ഒരു കുറവും നമുക്ക് കാണിക്കുന്നില്ല. അത്രയ്ക്ക് നല്ലൊരു ഇൻറ്റീരിയർ വർക്കായിട്ടാണ് ഇതിൻ്റെ അകത്തോട്ടുള്ള എല്ലാ വർക്കും കാണിക്കുന്നത്. നമ്മൾ അകത്തോട്ടുള്ള എല്ലാ വർക്കായാലും ബെഡായാലും ഇപ്പം നമ്മൾ പണി ഫുള്ളായിട്ട് കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. എന്നാലും പറയാമൊന്നുമില്ല കേസ്, അത്രയ്ക്ക് നല്ലൊരു ലുക്കാണ്. ഞാൻ പിന്നെ മിററിൽ നിന്ന് 2-3 വീഡിയോസൊക്കെ അങ്ങ് എടുത്ത് ചുമ്മാ അങ്ങ് നിൽക്കുകയാണ് കേസ്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും മുതലാളി ഇത് ഒരിക്കൽ പറയണം. ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് പറയുന്നത്, സാർ ഇതേപോലെ നമ്മുടെ പുതിയ റിസോർട്ട് നമുക്കൊന്ന് കാണാൻ പോയാലോ. അങ്ങനെയാണ് നമ്മൾ പിന്നെ ഇങ്ങോട്ട് വന്നത്. ഒരു കൊള്ളാം കേസ്, സൗണ്ട് സിസ്റ്റം ഉണ്ട്. നമ്മൾ ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് നമുക്ക് രാത്രി ഇവിടെ ചില്ലടിക്കാം. നമ്മൾ ചില്ലായിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ നല്ലൊരു എന്ന് പറഞ്ഞാൽ ഫാമിലിയായിട്ടും വരാം, ഫ്രണ്ട്സായിട്ടും വരാം, കപ്പിൾസായിട്ടും വരാം. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടാണ് പുതിയ റിസോർട്ട് ഇപ്പോൾ നല്ലപോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേസ്. നല്ല ഭംഗിയുണ്ട്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ സാർ റിസോർട്ടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് കാണും. ഇപ്പോൾ തൊട്ട് നമുക്ക് എൻക്വയറി ചെയ്യാം. നമുക്ക് ഇവിടെ വരാനുള്ള ലൊക്കേഷനും ബാക്കി കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് അടിച്ച് പൊളിക്കാം കേസ്. പിന്നെ ബാക്കി റെസ്റ്റ് റൂം ആയാലും എല്ലാത്തിനും നല്ല ഒരു സ്പേസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഫാമിലിക്ക് നല്ലപോലെ ഇതാണ് അടിച്ച് പൊളിക്കാം. അതുപോലെ വെളിയിലോട്ട് വരുമ്പോഴും ആ ഒരു ലുക്ക് കണ്ടില്ലേ കേസ്, എൻ്റെ മോനെ. ഇതിന് ഞാൻ ഇനി എന്ത് പറയാം, നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തൊരു ലുക്കാണെന്ന്. അത്രയ്ക്ക് മനോഹരമാണ് കേസ്. നമ്മൾ ഈ ഒരു നേച്ചർ തന്നെ കാണാൻ. ആ ഒരു മഞ്ഞും മഴയും, ഞാൻ പോയ സമയത്ത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഇറങ്ങണതായാലും പോണതായാലും എല്ലാം നമ്മൾ ജീപ്പിൽ അവർ തന്നെ കൊണ്ടുപോകും ഗൈസ്. ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്ത കുറച്ച് ദിവസങ്ങളും കുറച്ച് ടൈമുകളായിരുന്നു ഗൈസ് നമ്മുടെ ഈ സാറ് റിസോർട്ടിൻ്റെ കൂടെ. നല്ല വൈബുണ്ട് ഗൈസ്. ഇതേപോലെ തന്നെ വേറൊരു റിസോർട്ട് ഇവർ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ പുതിയൊരു റിസോർട്ട്. പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പ്രൈവറ്റായിട്ട് പൂളും പ്രൈവറ്റായിട്ടുള്ള ഫാമിലി കപ്പിൾസിനെല്ലാം പ്രൈവറ്റ് ആയിട്ടുള്ള റിസോർട്ടാണ്. ഇതും അതേപോലെ തന്നെ നല്ലൊരു മനോഹരമായ റിസോർട്ടാണ്. ഉൾഭാഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് രണ്ട് റൂമാണ്, 2 വീട് പോലെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഇത് ഫസ്റ്റ് ഡോർ വന്നിട്ട് ആദ്യത്തെ വീടും രണ്ടാമത്തെ വീടുമാണ് കേസ്. ഇതിൻ്റെ അകത്ത് പ്രൈവറ്റായിട്ട് പൂളും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ രാത്രിയുള്ള ലുക്കാണ്. രാത്രി എന്ന് പറഞ്ഞാൽ നല്ലൊരു ലൈറ്റൊക്കെ ഇട്ടപ്പോൾ എന്ത് ഭംഗിയല്ലേ കാണാൻ കേസ്. ഇതാണ് പുതിയ റിസോർട്ട്, പുതിയ സ്റ്റേ ചെയ്യാനുള്ള പുതിയ റൂമും ബാക്കി കാര്യങ്ങളെല്ലാവരും. പിന്നെ നല്ല രസമാണ് കേസ്. അകത്ത് ഉൾഭാഗം കാണാനായാലും വെളിഭാഗം കാണാനായാലും നല്ലൊരു ലുക്കായിട്ടാണ്, നല്ലൊരു ഇൻറ്റീരിയർ വർക്കായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേസ്. എനിക്ക് പ്രൈവറ്റായിട്ട് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു കോട്ടേജാണ് കേസ്. ഈ ഒരു കോട്ടേജ് പ്രൈവറ്റായിട്ട് നമുക്കിവിടെ ശല്യം ചെയ്യാനായാലും ആരും ഇവിടെ ഒന്നും കാണില്ല. നമ്മൾ ഒറ്റയ്ക്ക് നമുക്കിവിടെ വന്ന് കപ്പിൾസ് ഫാമിലീസ് എല്ലാവർക്കും ഒരുമിച്ച് വന്നിട്ട് ഇവിടെ പ്രൈവറ്റായിട്ട് സ്വിമ്മിംഗ് പൂളിലായാലും റൂമായാലും ഇവിടെ കിടക്കാൻ എനിക്ക് എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഒരു 8 പേർക്ക് ഒരു കോട്ടേജിൽ കിടക്കാം. 8 അല്ല കേസ്, ഒരു 10 പേർക്ക് വേണമെങ്കിൽ ഒരു കോട്ടേജിൽ കിടക്കാൻ കേസ്.
ഏട്ടാ മോനെ അടുത്ത് കിട്ടിക്കാച്ചി ഒരു റിസോർട്ടിന്റെ അകത്ത് നമുക്ക് കാണാം. ആംബിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ആംബിയൻസ് ഗൈസ്. കമോ എന്തുവാ ഇത്? എന്തുവാ സെറ്റായിട്ട് മാസായിട്ട് നമുക്ക് ഇവിടെ സെറ്റാക്കാം. ഇങ്ങനെ നോക്ക് ഗൈസ്. എന്തല്ലേ മരണമാസ് ഗൈസ്, മരണമാസ്. അന്യായം. ഇനി ഇതിന്റെയും മേളിലുണ്ട് ഗൈസ്. കമോൺ. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ബാ. എങ്ങനല്ലേ മരണമാസ്. ഇത്രയും കിട്ടുക ചാമ്പ്യൻസ് എങ്ങനെ ഗൈസ് സാധിക്കണ ഇല്ലല്ലേ? പൊളിക്കും. അപ്പോൾ ഈ ഹിഡൻ സ്പേസ് എവിടെയെന്ന് പറഞ്ഞാൽ സാറ റിസോർട്ട് എവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ തെങ്കാശിയിലാണ്, കുற்றாലത്തിന് അടുത്തായിട്ടാണ്. ഓക്കെ, ബാക്കി സ്ഥലത്തിന്റെ ലൊക്കേഷൻ എല്ലാ ഡീറ്റെയിൽസും ഇട്ടില്ല. ഇനി വരാൻ പോണ ഓണം, ക്രിസ്മസ്, ഫാമിലി ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷനും നമുക്ക് ഇവിടെ വെച്ച് അടിച്ചു പൊളിക്കാം ഗൈസ്. നിങ്ങൾ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യില്ല, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു നല്ലൊരു ഓഫറും നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് പോലെ നമ്മളിവിടെ സെറ്റാക്കി തരും. ആംബിയൻസ് എന്നൊക്കെ പറഞ്ഞ മരണം മാസ് ഗൈസ്. സത്യം പറഞ്ഞില്ല വേറെ ലെവലിൽ ഗൈസ്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാനാണ് ഇതിൽ ഞാൻ ഇപ്പോൾ വന്നത്. എന്തെന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇഷ്ടമുള്ളവർക്ക് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അവരെ പടം തന്നെ നമ്മൾ വരച്ചു കൊടുത്ത് എങ്ങനെയായിരിക്കും? അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ട കഴിവുകളില്ല. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ കഴിവുള്ളവർക്ക് നമ്മൾ ഈ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് വരച്ച് തരുമോ നമ്മൾ ചോദിക്കും. അപ്പോൾ ചിലവർ വരച്ച് തരുമായിരിക്കും, ചിലവർ വരച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അതേപോലെ ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ അതിനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിൽ നിങ്ങൾ വെറും ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഇതേപോലെ അശ്വിൻ പറഞ്ഞിട്ട് വന്നതാണ്, അശ്വിൻ വ്ളോഗ്സ് പറഞ്ഞിട്ട് വന്നതാണ്. ഇതേപോലെ എനിക്ക് എൻ്റെ ഫ്രണ്ടിന് ഒരു പടം വരയ്ക്കണം, എൻ്റെ ഇതേപോലെ ഗിഫ്റ്റ് കൊടുക്കാനെന്ന് പറയാം. അതേപോലെ തന്നെ പെൻസിൽ ഡ്രോയിങ് ഒറിജിനൽ ഫോട്ടോ പോലെ ഇരിക്കും. അവരെ നിങ്ങൾ എന്ത് ഫോട്ടോനെ കൊടുക്കും അതേപോലെ തന്നെ ഒറിജിനാലിറ്റിയിൽ ഫോട്ടോ വരച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരാളെയാണ് ഞാനിപ്പോൾ താഴെ തന്നെ നമ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരെ പോയി കോൺടാക്ട് ചെയ്യുക. ഒരു കിടുക്കാച്ചി നല്ലപോലെ വരച്ചു തരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ട്രസ്റ്റഡ് ആയിട്ട് അയക്കാം. പിന്നെ ചെറിയൊരു എമൗണ്ടും അതിനായിട്ട് ഉണ്ട്, കാരണം അവർ കഷ്ടപ്പെട്ട് വരയ്ക്കുന്നതാണല്ലോ, അവരെ കഴിവുകൊണ്ട് അവർ വരയ്ക്കുന്നതാണല്ലോ. അപ്പോൾ നിങ്ങൾക്കും അവരെ ബാക്കിയുള്ളവരെ സന്തോഷപ്പെടുത്തിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കാര്യം. അപ്പോൾ നേരെ നമ്മൾ ബാക്കി വീഡിയോയിലോട്ട് പോകും. നമ്മൾ ഇനി കാണാൻ പോകുന്നത് റിസോർട്ടിന്റെ അകത്തുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമ്മൾ ആദ്യത്തെ പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു സാറ റിസോർട്ട്. നമ്മൾ ഇനി അടുത്ത് കാണാൻ പോകുന്നത് സാറ റിസോർട്ടിന്റെ അടുത്ത ഉൾഭാഗവും അതേപോലെ ഒരു കിടുക്കാച്ചി സർപ്രൈസ് ഉണ്ട് ഗൈസ്. കമോൺ. 3 നിലകളായിട്ടാണ് നമ്മുടെ സാറ റിസോർട്ട് ഇത് റൂം റെഡി ആയിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ ഇങ്ങനെയാണ്. ഞാൻ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. താഴോട്ട് എന്റെ മോനെ ഇവിടെ നോക്ക്, ഒരു ഗ്രാമീണമായ ഒരു ഭംഗി നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ. ഈ സെക്കൻഡ് ഫ്ലോറിൽ വേറെ ഒരു കിടുക്കാച്ചി ഒരു വൈബ് ഉണ്ട്. ഇങ്ങനെ ഒന്നാണ് 3, 2, 1. ഓ മോനെ, കിടന്നോണ്ട് കുളിച്ചോണ്ട് കിടക്ക. എന്റെ മോനെ, സ്വിമ്മിംഗ് പൂള് ഗൈസ്. അതേപോലെ തന്നെ ഇത് ഫസ്റ്റ് ഫ്ലോർ. അതേപോലെ തന്നെ മേളിലോട്ട് നോക്ക് ഗൈസ്, മേളിലോട്ട് നോക്ക് കണ്ടോ, മേലെ അതേപോലെ അടുത്ത് ഒരു 2 പേർക്ക് കിടക്കാൻ കണക്കൊക്കെ അവിടെ ഒരു സെറ്റപ്പ്. എന്റെ മോനെ, എന്ത് പൊളിയല്ലേ. ലെവല് ഗൈസ്. നമ്മള് ഒറ്റയ്ക്ക്, നമ്മള് മാത്രം ഗൈസ്. കുളിച്ചോണ്ട് കിടക്കാൻ കിടന്നോണ്ട് കുളിക്കാം, നമ്മള് മാത്രം ഗൈസ്. പ്രൈവറ്റ് പൂൾ. എടാ മോനെ, നമ്മുടെ സാറ റിസോർട്ടിൽ 2 സ്വിമ്മിംഗ് പൂള്, 2 പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂള്, 2 വാട്ടർഫാൾസ് ആണ് നമ്മുടെ സാറ റിസോർട്ടിലുള്ളത്. കമോൺ ഗൈസ്, അടുത്ത നമ്മൾ ലാസ്റ്റ് സ്വിമ്മിംഗ് പൂളിലോട്ട് നമുക്ക് നോക്കിയിട്ട് വരാം. കമോൺ. നിങ്ങൾക്ക് ഈ സാറ റിസോർട്ടിന്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്ത ബെല്ലൈക്കൺ സപ്പോർട്ട് അടിച്ച് പൊളിക്കാൻ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട്. എല്ലാ റിസോർട്ടും കൊടുക്കുന്നതിനേക്കാൾ നല്ല വില കുറച്ച് നമ്മൾ ഈ റിസോർട്ട് നിങ്ങൾക്ക് സെറ്റാക്കി തരും. അപ്പം നിങ്ങൾ മാക്സിമം ഇവിടെ വന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കും. താഴെ നമ്പറും ബാക്കി എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കാണിക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ മോനെ അങ്ങനെ നമ്മൾ പറഞ്ഞു അത്രയ്ക്ക് കിട്ടില്ല ഗൈസ്. സത്യം പറയാം, പൊളി.
ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണാം. ബൈ.